വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ 1K സെലിബ്രേഷൻ വീഡിയോ ആണ്. സോ ഇത്തിരി പ്രത്യേകത എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനാണ് കേക്ക് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. എനിക്ക് അറിയാവുന്ന വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അമ്മ കേക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. സോ അമ്മ എൻ്റെ അടുത്ത് പറഞ്ഞു തന്നു എങ്ങനെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. സോ തട്ടിക്കൂട്ട് റെസിപ്പി ഒന്നുമല്ല. അപ്പോൾ നമുക്ക് എന്തായാലും കേക്ക് ഉണ്ടാക്കാൻ പോവാം. ഇവിടെ കാക്കയുടെ ശബ്ദം ഉണ്ട് കേട്ടോ, ക്ഷമിക്കുക കാക്കേ. കേക്ക് ഉണ്ടാക്കാൻ വേണ്ടി പോയാൽ ഞാൻ വൈറ്റ് ഫോറസ്റ്റ് കേക്കാണ് ഉണ്ടാക്കുന്നത്. ഞാൻ ഉണ്ടാക്കുന്ന കേസ് 1K സെലിബ്രേഷൻ ഞാൻ തന്നെ കോളമാക്കാം. ഓക്കെ, നമുക്ക് എന്തായാലും ഉണ്ടാക്കാം. ഞാനാണ് കേക്ക് ഉണ്ടാക്കാൻ പോകുന്നത്. അതുകൊണ്ട് എങ്ങനെ ആവുമെന്നൊന്നും എനിക്കറിയത്തില്ല. ഞാൻ ഇവിടെ റെസിപ്പിയൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്, കാണിച്ചു തരാം ഗൈസ്. ഞാൻ ഇവിടെ റെസിപ്പി എഴുതി വെച്ചിട്ടുണ്ട്. എത്ര വട്ടം ഞാൻ ഒരു വട്ടം ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ മുമ്പ്. അത് നല്ലോണമാണ് വന്നത്. ഏതോ ഇൻഡിപെൻഡൻസ് ഡേക്ക് എന്തോ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് നല്ലോണം വന്ന്. എത്രയൊക്കെ നമ്മൾ എന്തൊക്കെ ഉണ്ടാക്കിയാലും ഒന്ന് ഓർമ്മ പുതുക്കാൻ നമുക്ക് എഴുതിയൊക്കെ വെച്ചാലോ, വെക്കാമല്ലോ. അമ്മ എനിക്ക് പറഞ്ഞു തന്നെ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന്. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വിളിച്ച് വയ്ക്കാൻ പറയണം. ഞാൻ മിക്കവാറും ഒരു 100 പ്രാവശ്യം വിളിക്കും. അങ്ങനെയാണ്. സോ നമുക്ക് എന്തായാലും ഉണ്ടാക്കാം ഗൈസ്. സമയം എന്തായാലും അമ്മ വന്നിട്ട് കേക്ക് കട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. നമ്മൾ ഉണ്ടാക്കി വെക്കുന്നതേ ഉള്ളൂ കേട്ടോ. അല്ലെങ്കിൽ അമ്മ വന്നിട്ട് അമ്മ രാത്രി വരത്തുള്ളൂ. ഒരു 6 മണി 6:30 കഴിഞ്ഞിട്ടേ വരത്തുള്ളൂ. ഇപ്പം സമയം 22:08. ഇത് റെയിൽവേ ടൈമാണ്. ഇത് പുതിയ ഫോണായത് റെയിൽവേ ടൈമാണ് ഗൈസ്. ഞാനത് മാറ്റിയിട്ടില്ല. എനിക്കൊന്നിനും വൈ. അമ്മ വന്നിട്ട് നീ ഉണ്ടാക്കാൻ നിന്ന് കഴിഞ്ഞാൽ സമയം കിട്ടൂല. അതുകൊണ്ട് നമുക്ക് ഉണ്ടാക്കാം. നിങ്ങൾ എന്നെ കാണാനല്ലോ അല്ലേ. ഞാൻ ഉണ്ടാക്കാൻ വേണ്ടി പോവാണ്. ചേച്ചി കൂടെ താത്തിക്കാം. ഓക്കെ, ഞാൻ ഉണ്ടാക്കാൻ വേണ്ടി പോകണേ. അറിയത്തില്ല എനിക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന്. നമുക്ക് ഉണ്ടാക്കാം. ഞാൻ എല്ലാ സാധനവും എടുത്ത് കളഞ്ഞു ഗൈസ്. ഞാനല്ല ആവശ്യമില്ലെന്ന് പറഞ്ഞ കുറേ സാധനം നമ്മളെടുത്ത് കളയില്ലേ. കുറേ പാത്രവും എടുക്കാം. വേറെ ആകെ 1/2 കപ്പും 1 കപ്പും മാത്രമേ അവിടെ കാണാനുള്ളൂ. പിന്നെ എൻ്റെ അമ്മ പണ്ട് കേക്ക് ഉണ്ടാക്കിയിട്ടുള്ളതുകൊണ്ട് ഇതിൻ്റെ സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. മെഷറിങ് സ്പൂൺസും കപ്പുകളൊക്കെ ഉണ്ട്. അതുകൊണ്ട് എനിക്ക് എളുപ്പമായി. ഞാൻ മെഷർ ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ പണിക്കും. തട്ടിക്കൂട്ടെന്നൊന്നും വിചാരിക്കരുത്. ഇത് ഞാൻ ഉണ്ടാക്കുന്ന ഒരു ഇതാണ്. തട്ടിക്കൂട്ടെന്നൊന്നും വിചാരിക്കരുത്. ഇത് ശരിക്കുള്ള റെസിപ്പിയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഇത് നമുക്ക് ലാസ്റ്റ് എന്തായാലും കൊണാക്കറി ആണെങ്കിലും ലാസ്റ്റ് ശരിയാക്കി എടുക്കാം ഗൈസ്. ഞങ്ങൾക്ക് ഇല്ലേ നമ്മള് പറഞ്ഞില്ല കേട്ടോ, വൈറ്റ് ഫോറസ്റ്റ് ആണ് ഉണ്ടാക്കുന്നത്. ഞാൻ വൈറ്റ് ഫോറസ്റ്റ് കേക്കാണ് ഉണ്ടാക്കുന്നത്. 1/2 കിലോ ആണ് ഉണ്ടാക്കുന്നത് കേട്ടോ. 1/2 കിലോ ആണ്. കാരണം 1 കിലോ ഒക്കെ ഞാൻ ഉണ്ടാക്കുന്നത് ഇങ്ങനെയുള്ള അവസ്ഥ എനിക്ക് പോലും ആലോചിക്കാൻ പറ്റില്ല ഗൈസ്. നമുക്ക് 1/2 കിലോ ഉണ്ടാക്കാം. എനിക്ക് എൻ്റെ സമയം തീരെ ഇല്ലാത്തൊരു ബിസിനസ്മാൻ ആയ വുമൺ ആയതുകൊണ്ട് പെട്ടെന്ന് 1/2 കിലോ കേക്ക് ഉണ്ടാക്കാം. ഒരു സാധനം ഈ വീട്ടിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചു അതിൻ്റെ ഇടയ്ക്ക് ഞാൻ അവിടെ പോയപ്പോൾ എന്തോ സംഭവിച്ചു. കുറച്ചും കൂടെ മൈദ വേണമല്ലോ. ഞാൻ എന്തെങ്കിലും ഉണ്ടാക്കാന്ന് വിചാരിച്ചാൽ ഇതാണ് കുഴപ്പം. ഇതെൻ്റെ പുതിയ ഫോണിലാണ് ഞാൻ ഷൂട്ട് ചെയ്യുന്നത്. ക്ലിയർ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് കമൻറ്റില്ല. പിന്നെ മൈക്കിൻ്റെ പ്രശ്നം, ഞാൻ അടുത്ത മാസം ഒരു മൈക്ക് മേടിക്കുന്നുണ്ട്. മൈക്ക് എന്ന് പറഞ്ഞാൽ ഇതല്ല, നമ്മൾ യൂട്യൂബിൻ്റെ മൈക്ക്. അപ്പോൾ അടുത്ത മാസം ഞാൻ മേടിക്കുന്നുണ്ട്. അപ്പം സൗണ്ട് ഇച്ചിരി ക്ലിയർ കുറവായിരിക്കും, അല്ലെങ്കിൽ നോയ്സ് ഒക്കെ വരും. അതൊക്കെ ക്ഷമിക്കുക. അല്ലാതെ ക്ലിയർ ഉണ്ടോ ഉള്ളതെന്നുള്ളത് കമൻറ്റിൽ പറയാം കേട്ടോ. ½ കപ്പ് മൈദ. അയ്യോ, അത് അരിക്കണം, അരിപ്പ വയ്ക്കണം. എന്ന് പറഞ്ഞില്ലേ ഗൈസ്, ഞാൻ എന്തെങ്കിലും ഉണ്ടാക്കിയ അപ്പം മണ്ടത്തരമായിരിക്കും. നമുക്ക് അടുത്ത വേണ്ടത് ബേക്കിംഗ് പൗഡർ ആണ്. ഇവിടെ ഇരിക്കുന്നത്, എനിക്ക് അറിയത്തില്ല.
ബേക്കിംഗ് പൗഡർ വേണ്ടത് മൈദ എടുക്കുന്ന അത്രയും ബേക്കിംഗ് പൗഡർ വേണം. അയ്യോ, അര കപ്പല്ല ഞാൻ ഉദ്ദേശിച്ചത്, അര സ്പൂൺ. 1 കിലോ കേക്ക് ഉണ്ടാക്കുന്നതുകൊണ്ടാണ് നമ്മൾ 1 കിലോ മൈദ, അല്ല 1 കപ്പ് മൈദ എടുത്തു. 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ. ഇനി അടുത്ത് 1 പിഞ്ച് ബേക്കിംഗ് സോഡയാണ്. ബേക്കിംഗ് സോഡ അയ്യോ എവിടെ ഇരിക്കുന്നതെന്ന് അറിയാം, ബിക്കോസ് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ്. 1 പിഞ്ച്. നെക്സ്റ്റ് ഒന്നുമില്ല, നമ്മളിനി ഇത് അരിച്ചെടുക്കണം. ഞാൻ വൈറ്റ് ഫോറസ്റ്റ് ആണ് ഉണ്ടാക്കുന്നത്, അതുകൊണ്ട് നമ്മൾ എക്സ്ട്രാ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള കൊക്കോ പൗഡർ അങ്ങനെയൊന്നും ആഡ് ചെയ്യുന്നില്ല. ഇത് വൈറ്റ് ഫോറസ്റ്റ് ആയിട്ട് ജസ്റ്റ് ഇത് മാത്രമേ ഉള്ളൂ. കേസ് നമുക്ക് ഇത് അരിച്ചെടുക്കാം. നമ്മളിത് അരിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കിത് മാറ്റി വയ്ക്കാം. അടുത്ത നമുക്ക് ഇത് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആയിരുന്നു. നമുക്കിനി വെറ്റ് ഇൻഗ്രീഡിയൻസ്. ഇതിലേക്ക് നമുക്ക് വേണ്ടത് മുട്ടയാണ്. മുട്ട 2 മുട്ടയാണ് എടുക്കുന്നത്, ബിക്കോസ് 1/2 kgക്ക് 2 മുട്ടയാണ് കേട്ടോ. അടുത്തത് നമുക്ക് വാനില എസൻസ് ആണ് വേണ്ടത്. ചെറിയൊരു പണി കിട്ടി, എൻ്റെ കയ്യിൽ വാനില എസൻസ് ഇല്ല. അപ്പോൾ നമ്മൾ കേക്കിൻ്റെ ഫ്ലേവർ ജസ്റ്റ് ഒന്ന് ട്വിസ്റ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. വാനിലേക്ക് വരെ ഞാൻ ഇവിടെ ആഡ് ചെയ്യുന്നത് ബട്ടർ സ്കോച്ചിൻ്റെ എസൻസ് ആണ്. അപ്പോൾ കേക്ക് വാനില കേക്ക് അല്ല, വാനില വൈറ്റ് ഫോറസ്റ്റ് അല്ല, ബട്ടർ സ്കോച്ച് കേക്കാണ്. ഓക്കെ, നമുക്കിതിൽ അവർ പറഞ്ഞ എമൗണ്ട് ആഡ് ചെയ്യാം. അര ടീസ്പൂൺ വാനില അല്ല ബട്ടർ സ്കോച്ച്. നിങ്ങൾ ഇതായിരിക്കും ഞാൻ 2 സ്പൂൺ ഇടുന്ന, 1/2 സ്പൂൺ ഒന്നല്ലേന്ന്. എൻ്റെ കയ്യിൽ 1/2 സ്പൂൺ ഇല്ല, 1/2 ടീസ്പൂൺ ഇല്ല, എൻ്റെ കയ്യിൽ 1/4 ടീസ്പൂണേ ഉള്ളൂ. അതുകൊണ്ട് 1/4 ടീസ്പൂണേ ഉണ്ടല്ലോ, 1/2 ടീസ്പൂൺ ആണല്ലോ. ഓക്കെ ഗൈസ്, ഇനി നമുക്ക് വേണ്ടത് 1/3 കപ്പ് ഷുഗർ ആണ്. 1/3 ഒക്കെ ഞാൻ കണ്ടുപിടിക്കണ്ടേ? 1/3 കപ്പ് കിട്ടി. ഇവിടെ എഴുതിയിട്ടുണ്ട് കേട്ടോ മെഷർമെന്റ്, ഞാൻ അളവ് നോക്കി പറയുന്നതല്ല. ഇവിടെ കാണാൻ പറ്റണ്ട, 1/3 എന്ന് എഴുതിയിട്ടുണ്ട്. ഷുഗർ ഉള്ളവർ ഷുഗർ ആഡ് ചെയ്യണ്ട, കേക്ക് ആവത്തില്ല. പക്ഷേ ഷുഗർ ഉള്ളവർ ഷുഗർ ആഡ് ചെയ്യണ്ട, അതിന് കേക്ക് എന്ന് വിളിക്കാൻ പറ്റില്ല. പിന്നെ 1/3 കപ്പ് ഷുഗർ. ഇനി ഗൈസ് നമ്മളിത് ബീറ്റ് ചെയ്യണം. ബീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് കുത്താനുള്ള സാധനം ഇവിടെ ഇല്ല, അവിടെ ഉള്ളൂ. നമുക്ക് അവിടെ പോയി ബീറ്റ് ചെയ്യാം. ഇത് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ബീറ്റർ ഇല്ലാന്നവർക്ക് വിസ്ക് യൂസ് ചെയ്യാം. പക്ഷെ വിസ്ക് എന്ന് പറയുമ്പോൾ മിക്സ് ചെയ്ത് കുറേ ടൈം എടുക്കും, കൈയൊക്കെ കഴിക്കും. അതിൻ്റെ നല്ല ബീറ്ററാണ്. സോ ബീറ്റർ ഇല്ലാത്തവർക്ക് അത് യൂസ് ചെയ്യാം, കുറേ നേരം എടുക്കും. പക്ഷെ ബീറ്ററാണ് ഏറ്റവും നല്ലത്. അടുത്ത നമുക്ക് സൺഫ്ലവർ ഓയിലാണ് വേണ്ടത്. ഇതിന് പറ്റിയ ഇതാണ്. 1 ടേബിൾ സ്പൂൺ എടുക്കാം. ഇത് കുറച്ചേ ഉള്ളൂ ഇതിനകത്ത്. ഓക്കെ, ഇത് ഈ ബോട്ടിൽ ഉണ്ടായാലും പേടിക്കണ്ട, സ്പ്രൈറ്റ് ഇല്ല, ഓയിൽ തന്നെയാണ്. 1 ടേബിൾ സ്പൂൺ ഓയിൽ. ഇത് മൊത്തത്തിൽ അങ്ങനെ തട്ടരുത്, ജസ്റ്റ് കുറച്ച് ആഡ് ചെയ്ത് മിക്സ് ചെയ്യാവും. ബാറ്റർ പോലായി. ഇതാണ് നമ്മുടെ കേക്ക് ബാറ്റർ.
നമുക്കിത് ബേക്ക് ചെയ്യാം. ബേക്ക് ചെയ്യുന്നതിന് മുമ്പ് ഒരു കാര്യം ചെയ്യണമായിരുന്നു, അത് ഞാൻ പറഞ്ഞുതരാം എന്തിനാണെന്ന്. നമ്മൾ ഇത് ചെയ്യുന്നതിന് മുമ്പേ ചെയ്യേണ്ട കാര്യമായിരുന്നു, പറഞ്ഞുതരാം. വേറൊന്നുമല്ല, നമ്മളിത് ബേക്ക് ചെയ്യാൻ വെക്കുന്ന ഈ ഒരു പാത്രത്തിലാണ്. നമുക്ക് ഈ ഒരു പാത്രത്തിലാണ് നമ്മൾ കേക്ക് ബേക്ക് ചെയ്യാൻ വേണ്ടി വെക്കുന്നത്. അപ്പോൾ നമ്മൾ എന്താണ് മുമ്പേ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ 5 മിനിറ്റത്തേക്ക് ഈ പാത്രം ഒന്ന് പ്രീഹീറ്റ് ചെയ്യാൻ വേണ്ടി വെക്കണമായിരുന്നു. അതായത് ചൂടാക്കാൻ വേണ്ടി വെക്കണമായിരുന്നു. അത് നമ്മൾ വെച്ചാൽ ഇപ്പോൾ കുഴപ്പമില്ല, ഇനി വെച്ചാലും മതി. 5 മിനിറ്റത്തേക്ക് 5 മിനിറ്റ് വെച്ചിട്ട് നമ്മൾ അതിൻ്റെ ഉള്ളിൽ ഈ ഒരു സംഭവം വെക്കണം. ഇതിൻ്റെ മുകളിലാണ് നമ്മൾ കേക്ക് വെക്കുന്നത്. ഇത് ചൂടായി കഴിഞ്ഞാൽ ഒരിക്കലും ഇത് തുടയൊന്നും ചെയ്ത് കേട്ടോ. കൊച്ചുകുട്ടികളൊക്കെ ഞമ്മച്ചൂട്ടിയാണ്, എന്നാലും കൊച്ചുകുട്ടികളൊക്കെ പാരൻസിൻ്റെ സഹായത്തോടെ ചെയ്യും. പിന്നെ ഞാൻ മുമ്പ് ചെയ്തിട്ടുള്ളത് കൊണ്ട് ആ ഒരു എക്സ്പീരിയൻസ് വെച്ച് ചെയ്യുന്നതാണ്. നമുക്കൊരു 5 മിനിറ്റ്സ് ഇത് കൂട്ടി വെച്ച് പ്രീഹീറ്റ് ചെയ്യാം. കൂട്ടി വെക്കണം കേട്ടോ. ഇതിൻ്റെ മുകളിൽ നമ്മൾ വെയിറ്റ് വെക്കണം. ഇതിൻ്റെ മുകളിൽ എന്തെങ്കിലും ഒരു സാധനം വെയിറ്റ് വെക്കണം. എന്തുവേണോ വെക്കാം നിങ്ങൾക്ക്. ഇപ്പോൾ നിങ്ങൾ ഡംബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ എടുത്ത് വെക്കാം. ഞാൻ നമ്മൾ ഇതിൽ എണ്ണയും മൈദയൊക്കെ ഇത് സെറ്റ് ആക്കിയിട്ടുണ്ട്. നമുക്കിനി അടുക്കളയോട്ട് പോടെ. പാട്ട് വെച്ചേക്കാണ് കേട്ടോ, പാട്ട് വെച്ചേക്കാണ്. അപ്പോൾ നമ്മുടെ ഇതൊക്കെ പ്രീ ഹീറ്റ് ആയിട്ടുണ്ട്. ഒരു ഓറഞ്ച് കളർ തീയൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് എന്തായാലും ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത ചെയ്യേണ്ടത് ഈ സാധനം ഇതിലോട്ട് ഒഴിക്കാന്നുള്ളതാണ്. നമ്മൾ അടുത്ത കാര്യം തുറക്കുമ്പോൾ കൈ വെച്ച് തുറക്കുമെങ്കിൽ കളിക്കും. നമ്മൾ തുണിയൊക്കെ വെച്ച് തുറക്കുക. ഉമ്മേ കൈയൊന്നും കൊള്ളിട്ടാ പോയി. നമുക്കിനി ഇത് വെക്കാം. അമ്മ ഇത് വെച്ച് തരുമോ? മുമ്പ് ചെയ്തിട്ടുള്ളത് കൊണ്ട് ആ ഒരു എക്സ്പീരിയൻസ് വെച്ച് ചെയ്യുന്നു. ഇത് വെച്ച് തരുമോ? വെച്ച് തരുമോ? ഇറക്കാൻ ചൂടാണ്. ഇത് ചൂടാ അല്ല, അത് ചൂട്. ഈ കുടുംബശ്രീയിൽ പോകണം കേട്ടോ. കുടുംബശ്രീയിൽ അംഗൻവാടി ഇല്ലാണ്ട് ഇത് അവളും കൂടെ വന്നതിന് ശേഷം മേലിൽ കൊണ്ട് വിരിക്കണം. മേലത്തെ തുണി മാറ്റി വെളിയിൽ വിരിക്കാന്ന് വിചാരിച്ചപ്പോൾ നമുക്ക് മഴ കൊള്ളു. എനിക്ക് വയ്യ ഗൈസ്. നമ്മളിനി 5 മിനിറ്റ് ഇത് കൂട്ടി വയ്ക്കണം. പിന്നെ അരമണിക്കൂർ കുറച്ച് വയ്ക്കണം കേട്ടോ. കൂട്ടി 5 മിനിറ്റ് കൂട്ടി വെച്ചേക്കണം. 5 മിനിറ്റ് കഴിഞ്ഞ് നമുക്കിനി ഇത് ബേക്കായിട്ട് കാണാം. എനിക്ക് എപ്പോഴെപ്പോഴും വീഡിയോ എടുക്കാൻ പറ്റില്ല ഗൈസ്, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. ഗൈസ്, ഇതാണ് ഞാൻ ഉണ്ടാക്കിയ കേക്ക്. നിങ്ങൾ വലിയ ഡിസൈനൊന്നും പ്രതീക്ഷിക്കണം, കാരണം ഞാനാണ് ഉണ്ടാക്കിയ കൊണാക്രി ഐറ്റം. സോ നമുക്കിനി ഇത് കട്ട് ചെയ്യാം. കട്ട് എടുത്തിട്ടാണ് കട്ട് ചെയ്യും ഗൈസ് നമ്മുടെ കേക്ക്. ഞാൻ ഉണ്ടാക്കിയ കേക്ക് നല്ല ടേസ്റ്റ് ഉണ്ട്. നിങ്ങൾക്ക് വേണോ? സോ ഗൈസ്, എൻ്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ പൊട്ടുന്ന ലോക പൊട്ടനാണ്. ഇത്രയേ ഉള്ളൂ. സെലിബ്രേഷൻ വീഡിയോ എന്ന് പറയാനായിട്ട് ഇങ്ങനെ മാരക സെലിബ്രേഷൻസ് ഒന്നും ചെയ്തിട്ടില്ല. നമ്മൾ ജസ്റ്റ് ഞാൻ തന്നെ കേക്ക് ഉണ്ടാക്കി, അത് കട്ട് ചെയ്തു, അത്രയൊക്കെ ഉള്ളൂ. അപ്പം ഈ വീഡിയോ ഒരുപാട് ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. പിന്നെ ആ റെസിപ്പി ജസ്റ്റ് ചെറുതായിട്ടെന്തോ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഐഡിയ ഒക്കെ വെച്ച് നിങ്ങളും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. കേക്ക് അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. പിന്നെ എനിക്ക് ഇത്രേ പറയുള്ളൂ. താങ്ക് യു എവരി വൺ ഫോർ 1K സബ്സ്ക്രൈബേഴ്സ്. നമുക്ക് ഇനി അധികം വൈകാതെ 2Kയിലോട്ട് പോകണം. സോ ഐ നീഡ് യു ഗൈസ് സപ്പോർട്ട്. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. പിന്നെ വീഡിയോ എൻഡ് വരെ കാണാൻ നോക്കുക, സ്കിപ്പ് അടിക്കാതെ. ബിക്കോസ് നല്ല എൻ്റർടൈനിങ് വീഡിയോ ആണ്. എൻ്റർടൈനിങ് വീഡിയോ മീൻസ് നിങ്ങൾക്ക് ബോറടിക്കാത്ത രീതിയിലാണ് ഞാൻ എഡിറ്റ് ചെയ്തേക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ വീഡിയോ അവസാനം വരെ കാണാൻ നോക്കുക. അപ്പോൾ നമുക്ക് എന്തായാലും അടുത്ത വീഡിയോ കാണാം. ബൈ ബൈ.